നമ്മൾ ജീവിക്കുന്ന ഈ ഭൂമിയിൽ തന്നെ മറ്റൊരു ഭൂമി ഒളിച്ചിരിപ്പുണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വിശ്വസിക്കാൻ സാധിക്കുമോ? അത് വളരെ വിചിത്രമായ ഏലിയൻ പ്ലാനറ്റ് പോലെയാണ്. അവിടെ ജീവിക്കുന്ന ജീവികൾ വളരെ വളരെ അത്ഭുതകരവും വിചിത്രമായവയുമാണ്. ഇന്ന് ആ ചെറിയ ലോകത്തിന് തന്നെ വലിയൊരു ആപത്തുണ്ടായിരിക്കുകയാണ്. മനസ്സിലാകുന്നത് പോലെ പറയാം, ആ ഒരു ലോകം ആഴക്കടലിലാണ് ഒളിച്ചിരിക്കുന്നത്. ആ ലോകത്തിൽ ജീവിക്കുന്നവയാണ് ഡീപ് സീ ക്രീച്ചേഴ്സ്. ഇവയെല്ലാം ജീവിക്കുന്ന ആ ഒരു പ്രദേശത്തെ ഒരു ഏലിയൻ വേൾഡ് എന്ന് ഞാൻ പറയാനുള്ള വളരെ പ്രധാനപ്പെട്ട കാരണം, ഇന്നും കടലിൻ്റെ ആഴത്തട്ടിൽ ആ ഡാർക്ക് വേൾഡിൽ പല അപൂർവമായ ജീവികൾ ഇന്നും ജീവിക്കുന്നുണ്ട്. ഉദാഹരണത്തിന് ഈ സീ ഏഞ്ചൽ ഫിഷിനെ നോക്കുക. ഒരു മനോഹരമായ മാലാഖ തൻ്റെ ചിറകുകൾ വിരിച്ചു പറക്കുന്നത് പോലെയാണ് ഈ ഡീപ് സീ ക്രീച്ചർ അത്രത്തോളം മനോഹരമായി 2000 അടി താഴ്ചയിൽ നീന്തുന്നത്. ഇത് ആംഗ്ലർ ഫിഷ്, ഇത് വാമ്പയർ സ്ക്വിഡ്, ഇത് ബ്ലഡി ബെല്ലി കോം ജെല്ലി, ഇത് ജെയിൻ സ്ക്വിഡ്, ഇത് ജെയിൻ ലാർവാസിൻ, ഇത് സീബിക്, ഇത് ഫ്ലാറ്റ് ജാക്ക് ഓക്ടോപ്പസ്, ഇത് ഡംബോ ഓക്ടോപ്പസ്. ഇങ്ങനെ ആഴക്കടലിലുള്ള എല്ലാ അത്ഭുതങ്ങളും ഇന്ന് ആപത്തിലാണ്. അതിന് കാരണം മനുഷ്യൻ. കഴിഞ്ഞ ചില വർഷങ്ങളായി ഈ ആഴക്കടലിലെ ജീവികൾ സ്വയമേ കരയിലേക്ക് വന്ന് അടിയുകയും മരിച്ചു പോകുന്ന സംഭവങ്ങൾ തുടർന്ന് നടക്കുന്നുണ്ട്. നിങ്ങൾ തന്നെ ഒന്ന് ചിന്തിച്ചു നോക്കുക. ആഴക്കടലിൽ തന്നെ ജനിക്കുകയും അവിടെ തന്നെ വളർന്ന് അവിടെ തന്നെ പ്രത്യുൽപാദനം നടത്തി അവിടെ തന്നെ മരിക്കുന്ന ഈ ജീവജാലങ്ങൾ തൻ്റെ ജീവിതകാലത്തിൽ സൂര്യൻ്റെ വെളിച്ചം ഒരിക്കൽ പോലും കണ്ടിട്ടില്ലാത്ത ഈ ജീവികൾ വെളിച്ചത്തെ നോക്കി എന്തിനാണ് മുകളിലേക്ക് വരണം? ഒരുപക്ഷെ ഇതെന്തെങ്കിലും മുന്നറിയിപ്പ് നമുക്ക് നൽകാൻ വേണ്ടിയാണോ? ഈ ഡീപ് സീ ക്രീച്ചേഴ്സിന് നമ്മൾ ചെയ്ത തെറ്റുകൾ എന്തെല്ലാമാണ്? ഇതിൻ്റെ ഫലമായി ഭാവിയിൽ നമുക്ക് സംഭവിക്കാൻ പോകുന്ന ഭയാനകമായ ആപത്ത് അതെന്താണ്? ഈ ഡാർക്കസ്റ്റ് ഹിസ്റ്ററിയെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് അറിയാൻ പോകുന്നത്. സ്ട്രേഞ്ചായ ഒരു സംഭവത്തിൽ നിന്ന് തന്നെ ഈ വീഡിയോ ആരംഭിക്കാം. ഈ വർഷം ഫെബ്രുവരി മാസം ഡൂംസ്ഡേ ഫിഷ് എന്ന് വിളിക്കപ്പെടുന്ന ഓർഫിഷ് മെക്സിക്കൻ കടൽ തീരത്ത് വന്ന് അടിയുകയും അപ്പോൾ തന്നെ അത് മരിക്കുകയും ചെയ്തു. ഏകദേശം 1000 മീറ്ററിന് അടിയിൽ ജീവിക്കുന്ന ഈ ഡൂംസ്ഡേ ഫിഷ് കരയിലേക്ക് വരികയാണെങ്കിൽ ഈ ലോകം വലിയ ഒരു നാശം കാണും എന്നാണ് ജാപ്പനീസുകാരുടെ ഒരു പുരാണ വിശ്വാസം. ഇതിലും അത്ഭുതകരമായ കാര്യം എന്തെന്ന് ചോദിച്ചാൽ, കൃത്യം ഇതുപോലെ തന്നെ 2011 ജപ്പാനിൽ ഈ ഓർഫിഷ് കരയടിഞ്ഞിരുന്നു. ആ വർഷം തന്നെ ജപ്പാനിൽ ചരിത്രം ഇന്നുവരെ കണ്ടിട്ടില്ലാത്ത ഭൂകമ്പവും വെള്ളപ്പൊക്കവും ഉണ്ടായി. ഇതിന് ലക്ഷക്കണക്കിന് ആളുകളുടെ ജീവനായിരുന്നു നഷ്ടപ്പെട്ടത്. അതുപോലെ സംഭവിക്കാൻ പോകുന്ന ഒരു വലിയ ആപത്തിൻ്റെ മുന്നറിയിപ്പായിട്ടാണോ ഈ ഓർഫിഷ് പുറത്തേക്ക് വന്നത് എന്ന് പലരും ചോദിക്കാൻ തുടങ്ങി. പറഞ്ഞു വന്നാൽ ഇത് ഒരു തരത്തിൽ മാത്രമല്ല, പല തരത്തിൽ ഇത് സത്യമാണ്. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, കഴിഞ്ഞ ചില മാസങ്ങളിൽ ആഴക്കടലിൽ ജീവിക്കുന്ന പല ജീവികൾ മുകളിലേക്ക് വരുന്നുണ്ട്. ഉദാഹരണത്തിന് 1000 മീറ്ററിന് താഴെ മിഡ് നൈറ്റ് സോണിൽ, അതായത് സൂര്യൻ്റെ പ്രകാശം ഒട്ടും പോലും എത്താൻ കഴിയാത്ത അത്ര ആഴമുള്ള പ്രദേശത്ത് ജീവിക്കുന്ന ആംഗ്ലർ ഫിഷ് അസാധാരണമായ വിധത്തിൽ കരയിലേക്ക് വരുന്നു. ഇത് പ്രകൃതിക്ക് വിരുദ്ധമായ ഒരു കാര്യമാണ്. എന്തുകൊണ്ട് ഞാൻ അങ്ങനെ പറഞ്ഞു എന്ന് ചോദിച്ചാൽ, ഈ ആംഗ്ലർ ഫിഷ് ഈ മിഡ് നൈറ്റ് സോണിൽ തന്നെ ജീവിച്ച് അവിടെ തന്നെ വളരും. ഈ ആംഗ്ലർ ഫിഷിൻ്റെ ഒരു പ്രത്യേകത, ഇവയ്ക്ക് വേട്ടയാടാൻ വേണ്ടി തന്നെ തലയ്ക്ക് മുകളിൽ പ്രകാശം പരത്തുന്ന ഒരു മുത്തുണ്ടാകും. ഇത് തൻ്റെ ശരീരത്തിലുള്ള എനർജിയെ ലൈറ്റായി കൺവേർട്ട് ചെയ്യുവാൻ തൻ്റെ ശരീരത്തിൽ തന്നെ ഒരു കെമിക്കൽ റിയാക്ഷൻ ചെയ്യും. ആ കെമിക്കൽ റിയാക്ഷൻ കാരണം അതിൻ്റെ തലയ്ക്ക് മുകളിലുള്ള ആ ഒരു മുത്ത് പ്രകാശം പരത്തും. ആ ഒരു പ്രകാശം കണ്ട് അത് ആകർഷിച്ച് അതിനെ തേടി വരുന്ന മറ്റു ജീവികളെ ഇത് വേട്ടയാടും. ഇങ്ങനെ സൂര്യൻ്റെ പ്രകാശം ഇല്ലാത്ത ഒരു പ്രദേശത്ത് തനിക്കാവശ്യമായ പ്രകാശം സ്വയമേ ഈ ആംഗ്ലർ ഫിഷ് നിർമ്മിക്കുന്നുണ്ട്. ബയോലൂമിനസൻസ് കഴിവോടുകൂടി നിർമ്മിക്കുന്നുണ്ട്. ഇത് എത്രത്തോളം അത്ഭുതകരമായ ഒരു കാര്യമാണെന്ന് നിങ്ങൾ തന്നെ ഒന്ന് ചിന്തിച്ചു നോക്കുക. ഇങ്ങനെ പുറമേ നിന്നുള്ള യാതൊരു വെളിച്ചവും ഒട്ടും തന്നെ ആവശ്യമില്ലാത്ത ഒരു ജീവി എന്തിന് ഈ പ്രകാശത്തെ അന്വേഷിച്ച് മുകളിലേക്ക് വരണം? സത്യം എന്താണെന്ന് ഞാൻ പറയാം. ഇത് ഈ സൂര്യപ്രകാശത്തെ തേടിയല്ല മുകളിലേക്ക് വന്നത്.
അതിനുമപ്പുറം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യത്തിന് വേണ്ടിയാണ് പുറത്തേക്ക് വന്നത്. അത് എന്താണെന്ന് അറിയുന്നതിന് മുൻപ് മറ്റൊരു ഡീപ് സീ ക്രീച്ചറെ കുറിച്ച് നമ്മൾ അറിയണം. ഗോബ്ലിൻ ഷാർക്ക്. ഈ ഗോബ്ലിൻ ഷാർക്ക് ആംഗ്ലർ ഫിഷിനേക്കാൾ വീണ്ടും ആഴത്തിൽ 1300 മീറ്ററിനും അടിയിൽ ജീവിക്കുന്ന ഒരു ജീവിയാണ്. ഈ ഭൂമിയിലെ മനുഷ്യർക്ക് 3 ദശലക്ഷം വർഷം പഴക്കമുണ്ട്. എന്നാൽ ഈ ഗോബ്ലിൻ ഷാർക്ക് നമ്മെക്കാളും 40 മടങ്ങിലധികം കാലമായി ഈ ഭൂമിയിൽ ജീവിച്ചു വരുന്നുണ്ട്. ഏകദേശം 125 മില്യൺ വർഷമായി ഭൂമിയിൽ ജീവിച്ചു കൊണ്ടിരിക്കുന്ന ഈ ഗോബ്ലിൻ ഷാർക്ക് നമ്മളെക്കാളും ഈ ഭൂമിക്ക് വളരെ വളരെ പരിചയമുള്ള ഒന്നാണ്. അങ്ങനെയുള്ള ഈ ഒരു ലെജൻഡറി സ്പീഷീസും ചില വർഷങ്ങൾക്ക് മുൻപ് ഫ്ലോറിഡയിൽ കരയിടിഞ്ഞു. അത്രയേറെ പ്രഷറുള്ള ഒരു പ്രദേശത്ത്, വെളിച്ചം ഒട്ടും തന്നെ ഇല്ലാത്ത ഒരു പ്രദേശത്ത് സർവ്വസാധാരണമായി ജീവിക്കുന്ന ഈ ഒരു ജീവി എന്തിനു മുകളിലേക്ക് വരണം? കഴിഞ്ഞ ചില വർഷങ്ങളിലായി കടലിലെ മണൽത്തരികൾ പോലെയായിരുന്നു തിമിംഗലങ്ങളും കരയിലേക്ക് അടിഞ്ഞ് മരിക്കുന്നത്. ഇതിൻ്റെ എല്ലാം അർത്ഥം എന്താണ്? കാരണം എന്താണ്? വളരെ ലളിതമായി പറയണം എന്നുണ്ടെങ്കിൽ, നമ്മുടെ വീട്ടിൽ പെട്ടെന്ന് കറണ്ട് പോവുകയാണ്. ആ സമയത്ത് നമുക്ക് വല്ലാത്തൊരു ബുദ്ധിമുട്ടായിരിക്കും. എന്തായിരിക്കും ചെയ്യുക? പുറത്തു വന്ന് ഒരൽപ്പം ശുദ്ധവായു ശ്വസിക്കാനായി ശ്രമിക്കും. കാറ്റ് വരുന്ന പ്രദേശത്തൊക്കെ ചെന്ന് നമ്മൾ നിൽക്കും. അത് തന്നെയാണ് ഇതുവരെയും നമ്മൾ കണ്ട എല്ലാ ഡീപ് സീ ക്രീച്ചറും ചെയ്തത്. ഈ ഡീപ് സീ ക്രീച്ചേഴ്സിനെല്ലാം ആ ആഴക്കടലാണ് അവരുടെ ലോകം, അല്ലെങ്കിൽ അവരുടെ വീട്. എന്നാൽ ഇന്ന് അവരുടെ ആ വീട്ടിൽ തന്നെ അവർക്ക് എന്തോ ഒരു പ്രശ്നം വന്നു. അതുകൊണ്ടാണ് അവയെല്ലാം അതിൻ്റെ വീട് വിട്ട് പുറത്തേക്ക് വരാൻ ആഗ്രഹിക്കുന്നത്. വർഷങ്ങളായി ആ ഡീപ് സീ എൻവയോൺമെന്റിൽ തന്നെ ജീവിക്കാൻ ഈ ക്രീച്ചേഴ്സ് എല്ലാം പരിണമിച്ചിട്ടുണ്ട്. നമ്മൾ ആരംഭത്തിൽ കണ്ട ഏഞ്ചൽ ഫിഷും തൻ്റെ ബയോ ലൂമിനസെൻസ് കഴിവ് വഴി പ്രകാശം സൃഷ്ടിക്കുകയും അതുവഴി ഇര പിടിക്കാൻ കഴിവുള്ളവയാണ്. ഇനി ഓർഫിഷ് അത്രയേറെ പ്രഷറുള്ള ഒരു പ്രദേശത്തിൽ പോലും ഹൊറിസോണ്ടലായി നീന്തി ചെന്ന് വളരെ വ്യത്യസ്തമായ രീതിയിൽ ഇര പിടിക്കാനുള്ള കഴിവുണ്ട്. ഇനി ആംഗ്ലർ ഫിഷ്, ഇതും വളരെ വ്യത്യസ്തമായ രീതിയിൽ പ്രത്യുൽപാദനം നടത്തും. ഇവയെക്കുറിച്ച് പറയുകയാണെങ്കിൽ, ആൺ ആംഗ്ലർ ഫിഷ് വളരെ ചെറുതാണ്. കൃത്യമായി പറഞ്ഞാൽ പെൺ ഫിഷിൻ്റെ 10ൽ 1 ഭാഗം മാത്രമേ ഉള്ളൂ. പെൺ മത്സ്യത്തിന് ഏതാണ്ട് 1 മീറ്റർ ആണെങ്കിൽ ആൺ മത്സ്യത്തിന് 10 സെന്റിമീറ്റർ മാത്രമേ ഉള്ളൂ. ഈ ആഴക്കടലിലെ അന്ധകാരത്തിൽ ഈ ആൺ മത്സ്യം പെൺ മത്സ്യത്തിൻ്റെ ശരീരത്തിൽ നിന്നുമുള്ള പ്രകാശം ഉപയോഗിച്ചാണ് അവളെ തിരിച്ചറിയുന്നത്. തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ ഈ ആൺ മത്സ്യം പെൺ മത്സ്യത്തിൻ്റെ ശരീരത്തിൽ കടിച്ച് ഒട്ടിച്ചേരും. തുടർന്ന് ഈ ആൺ മത്സ്യം പെൺ മത്സ്യത്തിൻ്റെ തൊലിയോട് രാസപരമായി ലയിക്കുന്നു. ക്രമേണ ഈ ആൺ മത്സ്യത്തിൻ്റെ ആന്തരിക അവയവങ്ങൾ, ഹൃദയം, കണ്ണുകൾ തുടങ്ങിയവ എല്ലാം ക്ഷയിക്കുന്നു. അങ്ങനെ ആൺ മത്സ്യം പെൺ മത്സ്യത്തിൻ്റെ ശരീരത്തിൻ്റെ ഒരു ഭാഗമായി മാറുകയും പെൺ മത്സ്യം അവന് പോഷണം നൽകുകയും ചെയ്യും. ഇതിനെ സെക്ഷൽ പാരസൈറ്റിസ് എന്നാണ് വിളിക്കുന്നത്. ഇനി ഈ പെൺ മത്സ്യത്തിന് ആവശ്യം വരികയാണെങ്കിൽ ആൺ മത്സ്യത്തിൻ്റെ സ്പേം ഉപയോഗിച്ച് മുട്ടകൾ വിരിയിക്കുന്നു. ഇതിലും അത്ഭുതപ്പെടുത്തുന്ന മറ്റൊരു കാര്യം ഗോബ്ലിൻ ഷാർക്കിൻ്റെ റഡാർ സിസ്റ്റമാണ്. ഈ ഗോബ്ലിൻ ഷാർക്കിൻ്റെ തലയിൽ ആൻറ്റന പോലുള്ള വളരെ നീണ്ട ഒരു ഭാഗമുണ്ട്. ഈ ആൻറ്റനയിൽ ഇലക്ട്രോസിറ്റേഴ്സ് ഉണ്ടാകും. ഈ ആൻറ്റന ഉപയോഗിച്ച് തൊട്ടടുത്തുള്ള ജീവിയെ ഇലക്ട്രിക് സിഗ്നൽ വഴി കണ്ടെത്തുകയും അവയെ വേട്ടയാടുകയും ചെയ്യും. സത്യം പറഞ്ഞാൽ ഇവയുടെ എല്ലാം ഈ നാച്ചുറൽ എബിലിറ്റീസിനെ കുറിച്ചൊക്കെ അറിയുമ്പോൾ നമുക്ക് അത്രയേറെ അത്ഭുതകരമായി തോന്നും. ഈ ബ്ലഡി ബെല്ലി കാം ജെല്ലി ഫിഷിനെ കുറിച്ചൊക്കെ നമ്മൾ അറിയണം. ഇതിൻ്റെ ബയോലൂമിനസെൻസ് എത്രത്തോളം അത്ഭുതകരമായ കളേഴ്സാണ് പുറത്തുവിടുന്നത്. ഇത് കണ്ട് നമ്മൾ തന്നെ അട്രാക്റ്റ് ആകുന്നുണ്ട്. അപ്പോൾ പിന്നെ ആഴക്കടലിൽ ജീവിക്കുന്ന മറ്റ് ജീവികൾ എങ്ങനെയാണ് ആകർഷിക്കാതിരിക്കുക? ഇത്രയും സമയം ഞാൻ ഈ പറഞ്ഞതെല്ലാം വെറും സാമ്പിൾസ് മാത്രമാണ്. വീണ്ടും ആഴക്കടലിനുള്ളിൽ നമുക്ക് കണ്ടെത്താനേ കഴിയാത്ത എത്രയോ അത്ഭുതകരമായ കാര്യങ്ങൾ ഒളിച്ചിരിപ്പുണ്ട്. ഇത്രയേറെ ജീവികൾ ജീവിക്കുന്ന വളരെ വിചിത്രമായ ലോകത്തിൽ കാലാകാലങ്ങളായി അവിടെയുള്ള പ്രഷറിനും ടെമ്പറേച്ചറിനും എല്ലാം അഡാപ്റ്റായി അവയെല്ലാം ജീവിക്കുന്നുണ്ട്. ഇന്ന് അവയെല്ലാം സ്വന്തം വീട് വിട്ട് പുറത്തേക്ക് വരാൻ കാരണം അവയ്ക്കെല്ലാം എന്തോ ഒരു കുഴപ്പം സംഭവിച്ചിട്ടുണ്ട്. അവരുടെ ആ ഒരു പരിസ്ഥിതിയിൽ അവരുടെ അനുവാദമില്ലാതെ എന്തോ ഒന്ന് പുതുതായി അകത്തേക്ക് കടന്നിട്ടുണ്ട്. ഇതിനെല്ലാം ഒരേയൊരു കാരണം മനുഷ്യൻ തന്നെയാണ്. നാൾക്ക് നാൾ ഭൂമിയുടെ ആവറേജ് ടെമ്പറേച്ചർ അധികമായിക്കൊണ്ടിരിക്കുകയാണ്. ഇത് നേരിട്ട് മഞ്ഞ് മലകളെ ഉരുക്കുന്നു. മറുവശത്ത് കടലിൻ്റെ താപനിലയും വർദ്ധിപ്പിക്കുന്നു. ഒരു സ്ഥലത്ത് ചൂട് വർദ്ധിക്കുകയാണെങ്കിൽ അവിടെ സമ്മർദ്ദവും അധികമാകും. അവിടെ ഓക്സിജന്റെ അളവും കുറയും. വർഷങ്ങളായി ഒരു പ്രത്യേക പ്രഷറിലും ഓക്സിജൻ ലെവലിലും ജീവിക്കാൻ ശീലിച്ച ഈ ജീവികൾക്ക് പെട്ടെന്ന് സമ്മർദ്ദം അധികമാവുകയും ഓക്സിജൻ ലെവൽ കുറയുകയുമാണെങ്കിൽ
തീർച്ചയായും അവയെല്ലാം സമ്മർദ്ദം കുറഞ്ഞ പ്രദേശത്തെ നോക്കി പോകും, അതായത് മുകളിലേക്ക് വരും. ഇവിടെ പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ, ഈ മുകളിലേക്ക് വരുംതോറും ഇവയെല്ലാം ലൈറ്റിന് എക്സ്പോസ് ആവുകയാണ്. ആ ചുറ്റുപാടുമായി അവയ്ക്കൊന്നും യാതൊരു പഴക്കവുമില്ല. 1 2 അല്ല, ലക്ഷക്കണക്കിന് വർഷമായി ഇവയെല്ലാം ആഴക്കടലിൽ തന്നെ ജീവിച്ചവയാണ്. പെട്ടെന്ന് ഇവയെല്ലാം മുകളിലേക്ക് വരുമ്പോൾ ഒന്നും മനസ്സിലാകാതെ വളരെ കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റിലേക്ക് പോവുകയും മറ്റു കടൽ മൃഗങ്ങൾ ഇവയെ വേട്ടയാടുകയും ചെയ്യുന്നു. ഇനി അതല്ല എങ്കിൽ ബാക്കിയുള്ളവ കടൽ കരയിലേക്ക് വന്ന് അടിഞ്ഞ് മരിച്ചും പോകുന്നു. പൊല്യൂഷൻ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഹ്യൂമൻ ഇൻഡസ്ട്രിയൽ ഗ്രോത്ത്. ഇങ്ങനെ നമ്മൾ തന്നെ സൃഷ്ടിച്ച പൊല്യൂഷൻ കാരണമാണ് ഭൂമി ചൂടാകുന്നത്. അതുകൊണ്ടാണ് ഡീപ് സീയിലുള്ള ഈ ക്രീച്ചേഴ്സിന്റെ ചുറ്റുപാടിന്റെ ആ ചെയിൻ തന്നെ ബ്രേക്ക് ആകുന്ന സാഹചര്യം ഉണ്ടായി. 10,000 വർഷങ്ങൾക്ക് മുൻപ് സംഭവിച്ച കാലാവസ്ഥാ വ്യതിയാനം കാരണമാണ് ഐസ് ഏജിന്റെ ഒരു അവസാനം ഉണ്ടായത്. പല ഐസ് ഏജ് ജീവികൾ നശിച്ചുപോയി. എന്നാൽ ആ ഒരു സംഭവം സ്വാഭാവികമായി സംഭവിച്ചതാണ്. എന്നാൽ ഇപ്പോൾ സംഭവിക്കുന്നത് പ്രകൃതിയെ തന്നെ ഇഞ്ചിഞ്ചായി നശിപ്പിച്ച മനുഷ്യർ കാരണമാണ് സംഭവിക്കുന്നത്. ഒരു വശത്ത് ഗ്ലോബൽ വാർമിംഗ്, മറുവശത്ത് മൈക്രോ പ്ലാസ്റ്റിക്സ് എന്ന് വിളിക്കപ്പെടുന്ന പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ. ഇന്ന് നമ്മൾ ഉപയോഗിക്കുന്ന ഈ റീസൈക്കിൾ ചെയ്യാൻ കഴിയാത്ത പ്ലാസ്റ്റിക് വസ്തുക്കൾ എല്ലാം തന്നെ മാലിന്യമായി മാറുമ്പോൾ അത് ടൺ കണക്കിന് ശേഖരിക്കപ്പെടുന്നു. ഇവയെല്ലാം എവിടെ പോകുന്നുവെന്നാണ് നിങ്ങൾ ചിന്തിക്കുന്നത്? അവയെല്ലാം കടലിലേക്കാണ് കൊണ്ടുപോയി തള്ളുന്നത്. 2015 കണക്കനുസരിച്ച് നോക്കിയാൽ വർഷത്തിൽ 800 കോടി ടണ്ണോളം പ്ലാസ്റ്റിക് മാലിന്യങ്ങളാണ് കടലിലേക്ക് വലിച്ചെറിയുന്നത്. ഇങ്ങനെയാണ് പഠനങ്ങൾ പറയുന്നത്. ഇതനുസരിച്ച് നോക്കിയാൽ ശരാശരി ഭൂമിയിൽ ജീവിക്കുന്ന ഒരു മനുഷ്യന്റെ തലയിൽ തന്നെ 1 ടൺ ഭാരമുള്ള പ്ലാസ്റ്റിക് മാലിന്യങ്ങളുണ്ട്. ഇങ്ങനെ വലിച്ചെറിയുന്ന ഈ പ്ലാസ്റ്റിക്സ് ലോകത്തിന് തന്നെ ഒരു സ്ലോ പോയിസൺ പോലെയാണ് പ്രവർത്തിക്കുന്നത്. കടലിലേക്ക് വീഴുന്ന ഈ ഒരു പ്ലാസ്റ്റിക്കുകൾ ചെയ്യുന്ന ആദ്യ ജോലി പ്രകാശ സംശ്ലേഷണത്തെ നശിപ്പിക്കുന്നു. കാടുകളിൽ എങ്ങനെയാണോ ഈ പ്രകാശ സംശ്ലേഷണം വഴി കാർബൺ ഡൈ ഓക്സൈഡ് എടുക്കുകയും ഓക്സിജൻ പ്രൊഡ്യൂസ് ചെയ്ത് ഈ ലോകത്തിലേക്ക് അത് നൽകുകയും ചെയ്യുന്നത്, അതുപോലെയാണ് കടലും. ലോകത്തിലുള്ള ഓക്സിജന്റെ ആവശ്യത്തിന് കടലും ഒരു പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്നുണ്ട്. കടലിന്റെ മുകൾ ഭാഗത്ത് ജീവിക്കുന്ന പൈത്തോപ്ലാങ്ക്ടൺ പ്ലാന്റ്സ്, ഇതാണ് സൂര്യനിലൂടെ ഫോട്ടോസിന്തസിസ് ചെയ്ത് ഓക്സിജൻ പ്രൊഡ്യൂസ് ചെയ്ത് പുറത്തേക്ക് വിടുന്നത്. കടലിലേക്ക് പോകുന്ന ഈ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ എല്ലാം ഈ പൈത്തോപ്ലാങ്ക്ടനെ പ്രകാശ സംശ്ലേഷണം ചെയ്യാൻ അനുവദിക്കാതെ തടഞ്ഞു നിർത്തുകയാണ്. ഇത് പറഞ്ഞു വരികയാണെങ്കിൽ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ നമ്മൾ തന്നെ മണ്ണ് വാരിയിടുന്നത് പോലെയാണ്. ലോകത്തിൽ കാടുകളെക്കാട്ടിലും കടൽപ്പരപ്പാണ് അധികം. അപ്പോൾ ലോകത്തിൽ ഓക്സിജന്റെ ആവശ്യത്തിന് കടലാണ് വളരെ പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്നത്. കടലിൽ പ്രകാശ സംശ്ലേഷണം നടക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അത് ലോകത്തിന്റെ നാശത്തിന്റെ വേഗതയെ വർദ്ധിപ്പിക്കും. ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇതിനേക്കാൾ ഭീകരമായ മറ്റൊരു കാര്യം പ്ലാസ്റ്റിക് ചെയ്യുന്നുണ്ട്. കടലിലേക്ക് വലിച്ചെറിയുന്ന ഈ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ചില വർഷം കഴിഞ്ഞ് ചെറുതായി പൊടിഞ്ഞ് മൈക്രോ പ്ലാസ്റ്റിക്സ് ആയി മാറി കടലുമായി തന്നെ അലിഞ്ഞു ചേരും. കടലിലുള്ള സൂക്ഷ്മാണുക്കൾ ഈ ഒരു പ്ലാസ്റ്റിക്കിനെ ഭക്ഷണം എന്ന് വിചാരിച്ച് ഇതിനെ കൺസ്യൂം ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടാകും. ഇങ്ങനെ പ്ലാസ്റ്റിക്കിനെ ചുറ്റി ഈ സൂക്ഷ്മാണുക്കളെല്ലാം വരുന്നത് കൊണ്ട് ആ പ്ലാസ്റ്റിക്കിൽ തന്നെ സൂക്ഷ്മാണുക്കളുടെ ഒരു ഗന്ധം ഉണ്ടാകുന്നു. ഈ കടലിൽ സൂക്ഷ്മാണുക്കളെ ഭക്ഷിച്ച് ജീവിക്കുന്ന ജീവികൾ ഒരുപാടുണ്ട്. അവയെല്ലാം ഈ പ്ലാസ്റ്റിക് ആണ് സൂക്ഷ്മാണുക്കൾ എന്ന് വിചാരിച്ച് പ്ലാസ്റ്റിക്കിനെ കഴിക്കാൻ തുടങ്ങുന്നു. ഇങ്ങനെ കടൽ ജീവികളുടെ ഭക്ഷ്യ ശൃംഖലയുടെ തുടക്കത്തിൽ തന്നെ പ്ലാസ്റ്റിക് കലർന്നിട്ടുണ്ട്. ഇത് പടിപടിയായി അടുത്ത ജീവികളിലേക്ക് മാറുകയും ആഴക്കടൽ വരെ പോയിട്ടുണ്ട്. ആ ആഴക്കടലിൽ ഡീപ് സീ ക്രീച്ചേഴ്സിന് ഈ മൈക്രോ പ്ലാസ്റ്റിക്സ് വലിയ ഒരു പ്രശ്നം തന്നെ സൃഷ്ടിച്ചിട്ടുണ്ട്. ഞാൻ ഇതിനകം പറഞ്ഞതുപോലെ ഡീപ് സീ ക്രീച്ചേഴ്സിന്റെ ചുറ്റുപാടിനുള്ളിലേക്ക് കടന്നു ചെന്ന ആ ഒരു അപരിചിതൻ മറ്റാരുമല്ല, ഈ മൈക്രോ പ്ലാസ്റ്റിക്സ് ആണ്. ഈ ഡീപ് സീ ക്രീച്ചേഴ്സ് മുകളിലേക്ക് വരാൻ അല്ലെങ്കിൽ കരയിലേക്ക് അടിയാൻ ഈ മൈക്രോ പ്ലാസ്റ്റിക്സും പ്രധാനപ്പെട്ട ഒരു കാരണം തന്നെയാണ്. എന്നാൽ അവിടം കൊണ്ടും അവസാനിച്ചില്ല. ഭൂമിയിൽ ചെയ്ത് കൂട്ടിയതൊന്നും പോരാത്തതിന് കടലിനടിയിൽ പോലും വലിയ വലിയ റിബ്സ് ഉപയോഗിച്ച് ഡ്രില്ല് ചെയ്യുകയും അവിടെയുള്ള മിനറൽസ് പല സർവ്വദേശ കമ്പനികളും എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇത് സമുദ്രത്തിലെ ധാതു വിഭവങ്ങളെ വളരെ വേഗത്തിൽ നശിപ്പിക്കുന്നു. ഇങ്ങനെ എല്ലാം ചേർന്നാണ് നാശത്തിന്റെ ഒരു മുന്നറിയിപ്പ് നൽകാനായി ആഴക്കടലിലുള്ള ജീവികൾ കടൽ വിട്ട് പുറത്തേക്ക് വരുന്നത്, അവയുടെ വീടുകൾ വിട്ട് പുറത്തേക്ക് വരുന്നത്. വീണ്ടും പല ക്രീച്ചേഴ്സ് പുറത്തേക്ക് വരിക തന്നെ ചെയ്യും. അതും നമ്മൾ കാണുക തന്നെ ചെയ്യും.
ജാപ്പനീസ് മിത്തോളജി സത്യമാണോ കള്ളമാണോ എന്നൊന്നും എനിക്കറിയില്ല. പക്ഷെ ഇതുപോലെ കടലിൻ്റെ സ്വാഭാവികമായ ഒരു സാഹചര്യം, അവരുടെ സ്വാഭാവികമായ ഒരു ചുറ്റുപാടിൽ നമ്മൾ എന്തെങ്കിലും ഒരു കളങ്കം വരുത്തിയാൽ, എന്തെങ്കിലും ഒരു മാറ്റം വരുത്തിയാൽ, ഓർഫിഷ് എന്നല്ല, കടലിനടിയിൽ ഒളിച്ച് ജീവിക്കുന്നു എന്ന് വിശ്വസിക്കപ്പെടുന്ന ലെവിയത്തൻ പോലും പുറത്തേക്ക് വരാം. എന്നാൽ അത് വരുന്നതിന് മുൻപ് തന്നെ അതിനൊരല്പം പോലും ജോലിയില്ലാത്ത തരത്തിലായിരിക്കും നമ്മൾ തന്നെ നശിപ്പിക്കുക. ഈ സാഹചര്യത്തിൽ എല്ലാവരും ഒരു തീരുമാനം എടുക്കണമെന്നാണ് ഞാൻ ആവശ്യപ്പെടുന്നത്. ഇതിനകം പറഞ്ഞതുപോലെ നമ്മുടെ എല്ലാവരുടെ തലയ്ക്ക് മുകളിലും ഇതിനകം തന്നെ 1 ടൺ ഭാരമുള്ള പ്ലാസ്റ്റിക് മാലിന്യങ്ങളുണ്ട്. അത് വീണ്ടും അധികമാകാതിരിക്കണമെന്നുണ്ടെങ്കിൽ നമ്മളെ കൊണ്ട് കഴിയുന്ന കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്യണം. കടകളിലേക്ക് പോകുമ്പോൾ കൈയും വീശി പോകുന്നത് ആപത്താണ്. ഒരുപക്ഷെ അത് ഒരു പ്ലാസ്റ്റിക് കവർ വാങ്ങാൻ നിങ്ങളെ പ്രേരിപ്പിച്ചേക്കാം. നിങ്ങളുടെ ഭാരം വീണ്ടും അധികമാക്കും. പകരം ഒരു പേപ്പർ ബാഗോ ഒരു സഞ്ചി ബാഗോ കൊണ്ടുപോകുന്നതിൽ യാതൊരു നാണക്കേടും ഉണ്ടാകില്ല. ഇതാണ് ആരോഗ്യകരമായ ലോകത്തിന് അത്യാവശ്യമായ ഒരു കാര്യം. ഭാവിയിലെ ലോകം യാതൊരു അസാധാരണ സംഭവങ്ങളുമില്ലാത്ത ഒരു സാധാരണ ലോകമായി മാറണം. ഇത് തന്നെ ആയിരിക്കണം നമ്മുടെയും ലക്ഷ്യം. ഈ ഒരു വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റിൽ പ്രതീക്ഷിക്കുന്നു. ഇങ്ങനെയുള്ള വളരെ വ്യത്യസ്തമായ വീഡിയോസ് കാണണം എന്നാഗ്രഹമുള്ളവരാണ് നിങ്ങളെങ്കിൽ വിക്കിവോക്സ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.